DB കോളേജിൽ ഒരുപാട് കുട്ടികളെ നമ്മൾ കാണുന്നു, അധ്യാപകരെ കാണുന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ലഹരിക്കെതിരെ പോരാടാൻ നമ്മളുണ്ട് എന്ന് പറയുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, ഞങ്ങൾ ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ഒരു മയക്കുമരുന്ന് വിരുദ്ധ അക്രമരഹിതമായ ഒരു സംസ്ഥാനം ഉണ്ടാക്കാനുള്ള നമ്മുടെ ശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന യാത്രയാണ്. 30 ദിവസങ്ങൾ 14 ജില്ലകൾ കേരളം മുഴുവൻ യാത്ര ചെയ്ത് നമ്മൾ മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. ഒരു പ്രബന്ധം പോലെ ആധികാരികമായ ഒരു PhD തീസ് പോലെയുള്ള ഒരു റിപ്പോർട്ടായിരിക്കും കൊടുക്കുക. കുട്ടികളെല്ലാം വരിക. നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ഈ നാട്ടിനെ കുറിച്ച് പറയാനുണ്ട്. നിങ്ങളെല്ലാവരും വേഗം വരിക. എന്റെ ശബ്ദമൊക്കെ കുറച്ച് അടച്ചിട്ടുണ്ട്, നിങ്ങളെ ക്ഷമിക്കുക. അപ്പൊ നിങ്ങളുടെ കോളേജിൽ എത്തുമ്പോഴത്തേക്ക് നല്ല ശബ്ദമായിട്ട് വരണമെന്ന് വിചാരിച്ച് നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് കൊതി തോന്നുന്നു. നിങ്ങളുടെ യുവനും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് കുറെ കാലമായി. നിങ്ങൾ 3 പേരുണ്ട്, അനുജ രാജേഷ്, പ്രജിൻസി കണ്ണൻ. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ കോവിഡിന് ശേഷം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ MDMA പോലെയുള്ള മാരക ലഹരി കേരളത്തിലേക്ക് പടരുന്നു എന്നുള്ളത്. ആദ്യമൊക്കെ നമ്മൾ വാർത്താമുറിയിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് കരുതിയായിരുന്നു ഞങ്ങൾ ജോലി ചെയ്തിരുന്നത്. ഞാനൊരു കണക്ക് പറഞ്ഞാൽ 10-70 പേര് 2 മാസങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ 30 പേരും മരിച്ചത് MDMA ഉപയോഗിച്ചുള്ള ലഹരി പടർത്തിയപ്പോൾ അവർക്ക് കൊലപാതക പ്രേമം വന്ന് കൊലപ്പെടുത്തിയതാണ്. ഹോമിസൈഡൽ മാനിയ പോലെയുള്ള അക്രമ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട്. ഇതങ്ങനെയല്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് ആളുകൾ ഇതിലേക്ക് തിരിയുക. ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറയുന്നില്ല. നമ്മുടെ കൊച്ചുകുട്ടികൾ അവരെ ക്യാച്ച് ദം എങ്ങനെ നമ്മൾ സ്പോർട്സിലേക്കൊക്കെ തിരിയാൻ വേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ ചെറിയ കുട്ടികളെ പോലും ഇത്തരം കാര്യങ്ങളിലേക്ക് ആകർഷിച്ച് അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കളയും. അമ്മമാരുടെ തീരാ കണ്ണീരായി ഇതൊക്കെ മാറുകയും ചെയ്യും. ഇപ്പൊ അമ്മമാർക്ക് ആശങ്കയാണ്, പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന കുട്ടി ഏത് ലെവലിൽ തിരിച്ചു വരും. കേരളത്തിലെ പല ജില്ലകളിലും ഇതുണ്ട്. അതേസമയം നമ്മുടെ പോലീസ് സേനയിലും എക്സൈസിലും നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസം ഉറപ്പിക്കാം. എനിക്ക് തോന്നുന്നു കഷ്ടിച്ചൊരു 90 ദിവസങ്ങൾക്കകം സംസ്ഥാന മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ എല്ലാവരും അണിചേർന്നാൽ ഈ പ്രശ്നം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ പ്രശ്നം നമ്മുടെ നാടിനെ കാർന്നതിനും നല്ല ആളുകളൊക്കെ അത്ഭുതത്തോടെ കാണുന്ന ഈ കേരളം എന്നുള്ള ഈ നമ്മുടെ എനിക്ക് പിറന്ന മണ്ണെന്ന് എല്ലാവർക്കും പറയാവുന്ന പച്ചപ്പുള്ള ഈ നാട് ലഹരിയിൽ മൂക്കുകുത്തി വീഴും. MDMA ഒരു രാസലഹരിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പഞ്ചസാരയുടെ കളറൊക്കെയുള്ള ഒരു രാസലഹരിയാണ്. അത് 1-2 തവണ നിങ്ങൾ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വിധേയമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഡിക്റ്റാവും. അഡിക്റ്റായി കഴിഞ്ഞാൽ അക്രമത്തിൽ ഉണ്ടാകും, നിങ്ങളുടെ ജീവിതം കൈവിട്ടു പോകും. ഞാനിത് ആരെങ്കിലും ഇത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാൻ അവരെ പ്രതികളാക്കി കാണുന്നില്ല. അവരെ നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പ്രേരിപ്പിക്കാം. അതേസമയം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വളരെ 1-2-5 കുട്ടികളൊക്കെ തന്നെ ഈ മുളങ്കാട് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മുളങ്കാട്ടിലേക്ക് പുറത്തുനിന്നുള്ള കോളേജുകളുടെയും സ്കൂളുകളുടെയും കുട്ടികൾ വരുന്നുണ്ട്. ഈ മുളങ്കാടിന്റെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് മുളങ്കാടിന്റെ ഉള്ളിലേക്ക് കടന്ന് നമ്മുടെ ഉള്ളിലേക്ക് വല്ലാത്തൊരു കാടുണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ വൃത്തികെട്ട ശക്തികളുണ്ട്. അവരെ നിങ്ങൾ സംഘടിതമായി നേരിടണം. അത് KSUSF, MSF അങ്ങനെയുള്ള ABVP ഇങ്ങനെയുള്ള സംഘടനകളൊന്നും നിങ്ങൾക്ക് പ്രശ്നമാകരുത്. ഈ കോളേജിനൊരു പേരുണ്ട്. പ്രൊഫസർ G. ശങ്കരപിള്ള സാറും നടൻ മുരളിയും അതുപോലെ P. ബാലചന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്നൊരു കോളേജാണ്. പുറത്തോട്ട് ഈ മകുടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേരള യൂണിവേഴ്സിറ്റി നാടകോത്സവത്തിനൊക്കെ അത്ഭുതത്തോടെ കണ്ടൊരു നാടകമുണ്ട്. അതൊക്കെ DB കോളേജ് ശാസ്താംകോട്ട എന്നാണ്. കേരളത്തിലെ നാടകോത്സവത്തിൽ എന്നും DB കോളേജിന്റെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ട്. അത്രയും വലിയ പെരുമയും ഖ്യാതിയുമുള്ള ഈ കോളേജിന്റെ സൽപ്പേരിന് കളങ്കം വരുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവനെ നിങ്ങൾ തല്ലി ഓടിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അവനെ പറഞ്ഞു മനസ്സിലാക്കി വിടണം. കാര്യം അക്രമത്തിന് പ്രേരിപ്പിക്കരുതെന്നാണ് പ്രക്ഷേപകർ നമ്മോട് പറയാറ്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ ഇന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കണം, നമ്മൾ എത്ര കൊല്ലക്കാലം ഈ നാട്ടിൽ ജീവിച്ചു എന്നല്ല, നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലേക്ക് മയമരുന്ന് കിടക്കുന്ന ആളുകൾ അന്തർദേശീയ മാഫിയ സംഘങ്ങളാണ്. അവരേതോ വിദേശ രാജ്യത്തിരുന്ന് അവർക്ക് കോടികൾ സമ്പാദിക്കാൻ നമ്മുടെ പാപം കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്നു. ഇതിനെതിരെയാണ് നമ്മൾ ശബ്ദിക്കേണ്ടത്. ഇതൊരു ചെറിയ കാര്യമല്ല. വാർത്താമുറികളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകൾ നിരന്തരം പ്രവഹിച്ചപ്പോൾ വാർത്താമുറി വിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയവരാണ് ഞങ്ങൾ ഇറങ്ങുന്നതിന് വേറെ ഒരു താല്പര്യവുമില്ല. ഞങ്ങൾക്കൊന്നേ താല്പര്യമുള്ളൂ, നമ്മുടെ നാട്ടിലെ കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഈ കലാപരിപാടി എന്നേക്കുമായി അവസാനിക്കണം. അതിൽ ചെറിയ പ്രായം 5-ലും 6-ലും 7-ലും പഠിക്കുന്ന കുട്ടികൾ പോലും ചോക്ലേറ്റിൽ ലഹരി കലർത്തി കൊടുക്കുന്ന നരാധന്മാർ ഈ പല പള്ളിക്കൂടത്തിന്റെയും വരാന്തയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ വരാന്തയിലേക്ക് അപരിചിതരായ ആളുകൾ ഇത്തരം വിപണനത്തിന് വേണ്ടി വന്നാൽ അവനെ ആട്ടി ഓടിക്കാൻ നിങ്ങൾ മടിക്കരുത്. ഇതിനുകൊണ്ടൊരു പോലീസ് കേസ് ഉണ്ടായാലും നിങ്ങൾക്കൊരു ചുക്കും വരാനില്ല എന്ന് നിങ്ങളോട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ചെറുപ്പം വീണ്ടെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു പ്രതിജ്ഞ നമ്മൾ എടുത്തിട്ട് നമുക്ക് തൽക്കാലം പിരിയാം.
നിങ്ങളിൽ നിന്ന് നല്ല പ്രവർത്തനം ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഈ ശാസ്താംകോട്ട കോളേജിന്റെ ക്യാമ്പസ് നമ്മൾ വിടും. അപ്പൊ പ്രതിയെ എടുക്കാൻ എല്ലാവരും തയ്യാറാകാം. നെഞ്ചിൽ കൈവച്ച് ഒരുപക്ഷെ ചോരകിനിയുന്ന ആത്മാർത്ഥതയോടെ നിങ്ങൾ ദൈവത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയാലും മറന്നു പോകില്ല. അമ്മമാരുടെ കണ്ണുനീരിന് നമുക്ക് അറുതി ഉണ്ടാക്കണം. കിടന്നാൽ നിങ്ങൾ പുറക്കം വരണം. നിങ്ങൾ ഉറങ്ങുമ്പോൾ ഉണർന്ന് കാവലിക്കുന്ന പോലീസുകാർക്ക് നിങ്ങൾ പിന്തുണ പറയണം. ഓക്കെ? പ്രതിജ്ഞ. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ. താങ്ക് യു. അപ്പൊ നമുക്കിനി കാണാം. നിങ്ങളുടെയൊക്കെ നല്ല കോളേജിന്റെ പ്രശസ്തി നിങ്ങൾ നിലനിർത്തുക. ഈ DB കോളേജ് എന്ന് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏറ്റവും നല്ല കോളേജുകളിൽ ഒന്നാണ്. അത് ആ പേരും പെരുമയും നിങ്ങൾ നിലനിർത്തും. അധ്യാപക രക്ഷാകർതൃ സമിതിയും മാതാപിതാക്കളും കുട്ടികളും നമ്മുടെ ഏറ്റവും താല്പര്യമുള്ള സന്നദ്ധ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം ചേർന്ന് ഈ കോളേജിന്റെ പ്രശസ്തിയും ഖ്യാതിയും അതേപോലെ നിലനിർത്തുക, പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനിയും കാണാം. ബാക്കി നമ്മൾ 24-ലും ഫ്ലവേഴ്സിലും പറയും. അതുപോലെ നിങ്ങൾക്ക് നമ്മൾ ഈ കേരളത്തിൽ നടന്ന യാത്രയുടെ വിവരങ്ങൾ അറിയണമെങ്കിൽ SK40 എന്നൊരു ഇതിനായിട്ടൊരു എക്സ്ക്ലൂസീവ് യൂട്യൂബ് ചാനലുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഞങ്ങൾ മാത്രമല്ല ഈ ലഹരി കേന്ദ്രങ്ങൾ കണ്ടുപിടിക്കുകയും മാഫിയ സംഘത്തലവന്മാരെ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ അതും ചെയ്യും. നമ്മുടെ കഴുത്തെ തലയുണ്ടോ നമ്മൾ നോക്കത്തില്ല. ഈ ബാക്കിയുള്ള തലകൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു യാത്രയാണ്. പ്രജിൻസി കണ്ണ, അനുജ, കഴുത്തെ തലയുണ്ടോ എന്ന് തപ്പി നോക്കേണ്ട അവസ്ഥ ചിലപ്പോൾ ഈ മാഫിയ സംഘങ്ങൾ സ്വപ്നം കാണുന്നുണ്ടാവും. ഒന്നും സംഭവിക്കില്ലെന്നേ. ഇതിനെതിരെ കരുത്തോടെ നീങ്ങിയാൽ മതി. അപ്പൊ താങ്ക് യു, ഗുഡ് ബൈ. നിങ്ങൾക്കൊരു ഒരു ഗിഫ്റ്റും കൂടെ ഞാൻ തരാം. നമ്മുടെ പ്രജിൻസി കണ്ണൻ ഒരു നന്നായി പാടുന്ന ഒരാളാണ്. അപ്പൊ പ്രജിൻസി കണ്ണന്റെ 2 വരി കൂടി നിങ്ങൾക്ക് കേട്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാം. വളർന്നു വരുന്ന കലാകാരനാണ്. പ്രിൻസിപ്പൽ എന്ന് പറയും.